ഇത്രയും നേരം ഞാൻ വിഡ്ഢിത്തരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നില്ല. തണുപ്പ് കാരണം കൊണ്ട് ബുദ്ധി ഒന്നും വർക്കാവാത്ത. Okay, and now put your hand out like this. സോ ബോയ്സ്, മെൻ, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്നേഴ്സ്, ഗേൾ ഫ്രണ്ട്സ്, വൈഫിനെയൊക്കെ വല്ല ഡേറ്റിനൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പറ്റിയ ലൊക്കേഷൻ ആട്ടോ. ഇവന്മാർ 3 എണ്ണം കൂടെ കൊടുക്കുന്നുണ്ട്. ഇല്ല കേട്ടാ, തിരിച്ചോടി വന്നു അതേ സ്പീഡിൽ. അയ്യോ വേണം. അയ്യോ ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ തണുത്തിട്ടും അമ്മേ അയ്യോ. ഹായ് ഗൈസ്, വെൽക്കം ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? നമ്മളെല്ലാവരും ഇവിടെ സുഖമായിരിക്കണോ. കുഞ്ഞി പെണ്ണ് സാഷുമ കണ്ണീരെ കൊൽപ്പിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അതിന് കാർ സീറ്റിലിരുത്തേണ്ട വിഷമമാണ് കേട്ടോ, അധികം കാര്യമാക്കാനില്ല. ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇവിടെ ഓസ്ട്രേലിയയിൽ കിങ്സ് ബർത്ത്ഡേന് ഒരു പബ്ലിക് ഹോളിഡേ കിട്ടി. അപ്പോൾ അന്ന് നമ്മൾ വിചാരിച്ചു കുട്ടികളൊക്കെ കൊണ്ട് ഒരു ഔട്ടിങ് ആവാം, എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടല്ലേ, ഒന്നൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമാക്കാൻ വിചാരിച്ചു. നല്ല വെയിലും സൂര്യനൊക്കെ കാണാനുണ്ട്, പക്ഷെ നല്ല കിടിലം തണുപ്പാണ് കേട്ടോ. 2 ഡിഗ്രി 3 ഡിഗ്രിയിലൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ ബെയർലി സർവൈവ് ചെയ്തുകൊണ്ട് പോണ കുറച്ച് വിൻ്ററായിട്ടുള്ള സമയമാണത്. എന്നാലും പിള്ളേരുടെ സന്തോഷമല്ലേ, അവർക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമാണ്, ഔട്ട്ഡോർ എക്സ്പ്ലോർ ചെയ്യാനും ആനിമൽസിനെ കാണാനൊക്കെ. അതുകൊണ്ട് നമ്മൾ ക്വിക്ക്ലി ഒരു ലഞ്ചൊക്കെ ഒന്ന് കഴിച്ചിട്ട് ആനിമൽസിനെയൊക്കെ ഒന്ന് കാണാൻ കാസൽ ഹില്ലുള്ള ഒരു കോല പാർക്കിലേക്കാണ് കേട്ടോ പോണേ. ആദ്യം നമ്മുടെ ടാങ്കൊക്കെ ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് അത് നിർത്തിയിട്ടുണ്ട്. കുറച്ച് KFC ഒക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുക. വെയിലും തട്ടി കുറച്ച് കഴിച്ചാൽ അങ്ങനെയെങ്കിലും ഞാൻ കുറച്ച് ഒന്ന് ഡീഫ്രോസ്റ്റ് ആവുമല്ലോ വെച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഒട്ടും തണുപ്പ് ഇഷ്ടമില്ലാത്ത ആളാണ്, അറിയില്ലേ. എന്നാലും ഈ ഒരു പരിപാടിക്ക് രാവിലെ തന്നെ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ അല്ല, ഉച്ച നേരമായിട്ടാണ് കേട്ടോ ഇറങ്ങിയത്, കുറച്ചും കൂടെ വെയിലാവട്ടെ എന്നുള്ളതിൽ. കാസൽ ഹിൽ ഭാഗത്ത് ഉള്ള ഒരു സ്ഥലമാണ്. ഇറ്റ്സ് കോൾഡ് ദ കോല പാർക്ക്. ഇറ്റ്സ് എ ക്യൂട്ട് ലിറ്റിൽ സാങ്ച്വറി, a little place where families can spend time together. So once again, welcome to Sydney Malayali. Please keep watching. എത്തി നമ്മൾ കേട്ടോ, ഒരു കാട്ടിൻ്റെ ഇടയിലാണ്. തണുപ്പുണ്ട്. ഞാൻ ഈ ജാക്കറ്റ് ഇട്ടത് ഞാൻ ആദ്യം വിചാരിച്ചു ഓവറാവുമെന്ന്, പക്ഷേ വേണം, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു കാടാണ്, ഈ കാട്ടിൻ്റെ നടുക്കാണ്, അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സംഭവം. സോ ഇറ്റ്സ് മോർ ലൈക്ക് എ നേച്ചർ എക്സ്പീരിയൻസ്. കോളേനെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ബട്ട് ഇറ്റ്സ് മോർ ലൈക്ക് എൻ എക്സ്പീരിയൻസ്. ഈ മരം നോക്കൂ. ഇവിടെ പാർക്ക് ചെയ്ത് കേട്ടോ വണ്ടി. എനിക്ക് തണുക്കണടാ സാൻമണി. ഇത് ആ മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ മിസ്സാവരുത് നിങ്ങൾ വരിക വെച്ചാൽ. ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് പിടിച്ച് വരിക വെച്ചാൽ അവിടെ ബസ് സ്റ്റോപ്പും ഉണ്ട് നേരെ മുന്നിൽ. അവിടെ ഇറങ്ങിയിട്ടാണ് ഈ കോള പാർക്ക്. ഇത്രയും പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, റീസണബിൾ നമ്പർ ഓഫ് പാർക്കിങ്സ് ഒക്കെ ഉണ്ട്. ഇറ്റ്സ് ബിസി ടുഡേ ബിക്കോസ് പബ്ലിക് ഹോളിഡേയും കൂടെ ആയതുകൊണ്ട്. ഞാൻ വളർന്നതൊക്കെ ഗൾഫിലായിരുന്നു. സോ നമ്മളിങ്ങനെ ഔട്ട്ഡോർ അധികമൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കേട്ടോ. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല അധികം ഔട്ട്ഡോർ കറങ്ങൽ, ചളിയിൽ മറിഞ്ഞ് കളിക്കൽ, നേച്ചറായിട്ടുള്ള ഇൻട്രാക്ഷൻ അധികമൊന്നും ഉണ്ടായിട്ടില്ല. സോ അതിൻ്റെ കുറവുകൾ എനിക്കുണ്ട് എന്ന് എനിക്കറിയാം. ലൈക്ക് എനിക്കിപ്പോൾ ഗാർഡനിങ് ഇതിലൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അത് ഐ ഫീൽ ഈ കുട്ടികൾക്കെങ്കിലും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗിവ് ദം ദാറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇങ്ങനത്തെ നേച്ചറായിട്ടുള്ള കുറേ കാര്യങ്ങൾ വെനെവർ വി ക്യാൻ. ഈ കടും തണുപ്പ് കൂടുമ്പോൾ നമുക്കൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ അതിന് മുന്നേ അങ്ങനത്തെയൊക്കെ പറ്റുന്നതൊക്കെ ചെയ്യാം. ഇതാണ് കേട്ടോ കോള പാർക്ക്. ഇത് എക്സാക്ട് ലൊക്കേഷൻ വെസ്റ്റ് പെനന്റ് ഹിൽസ് ആണ്, പക്ഷേ ഇത് കാസൽ ഹില്ലിൽ നിന്ന് വരുന്ന വഴിക്കാണ് കേട്ടോ. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് വെസ്റ്റ് പെനന്റ് ഹിൽസ്. ഞാൻ ആദ്യം ചെറിബ്രുക്കാന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് ഇറ്റ്സ് ലൈക്ക് ഇതൊക്കെ ഏകദേശം ഒരു ചളി പിടിച്ച് ഷൂസൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് വന്നാൽ മതി കേട്ടോ. ബിക്കോസ് അതിനകത്ത് എന്തായാലും ചളിയാവും, ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളിൽ വരുമ്പോൾ എന്തായാലും ചളിയാവും. ടിക്കറ്റ് ഉണ്ട്, അഡൾട്ട്സിന് $34 ആട്ടോ ടിക്കറ്റ്. ആൻഡ് സാനുവിനെ പോലത്തെ കുട്ടികൾക്ക് $20, സാഷുവിനെ പോലത്തെ കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. കുറച്ച് കത്തിയാണ് ആക്ച്വലി, കൺസിഡറിങ് ദിസ് ഇസ് ജസ്റ്റ് എ സ്മോൾ പ്ലേസ്. ഐ തിങ്ക് ഇറ്റ്സ് മോർ അബൌട്ട് ദ എക്സ്പീരിയൻസ്. നമ്മൾ ഓൺലൈൻ താങ്ക് യു വെരി മച്ച് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫോണിലിപ്പോൾ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 ടിക്കറ്റ് നമുക്ക്, 2 അഡൾട്ടും ഒരു കുട്ടിക്കുള്ള ടിക്കറ്റ്. ഇതാണ് കേട്ടോ ഭക്ഷണം. അത് തന്നെ ഭക്ഷണം കൊടുക്കാനുള്ളതാടാ. നീ കൈയിട്ടിട്ട് കൊടുക്കോടാ. ഇതാ പിടിച്ചു. അങ്ങനെ മാമു അതും വാങ്ങാം കേട്ടോ. അതിന് ഇവിടുന്ന് ഒറ്റടിക്ക് എല്ലാം കൂടെ നമുക്കൊരു അങ്ങനത്തെ ഒരു ചെറിയ ഷോപ്പും ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ട് ഉള്ളിൽ. ഒരു ആൻഡ് ബോട്ട് ഫീഡ് എന്നാണ് കേട്ടോ അതിന് പറയാം. ഓക്കെ നെക്സ്റ്റ് ഗോ.
നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സെക്ഷൻ, ഫുൾ ഓസ്ട്രേലിയൻ ആനിമൽസിനെ ഡെപ്പിക്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം കേട്ടോ. നമ്മുടെ കാംഗറു, നമ്മുടെ ദേശീയ പക്ഷിയായ ഒട്ടക പക്ഷി, നടക്കോ വാഴക്കുട്ടൻ, ഇതവിടെ തന്നെ വോംബാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ചൈൽഡ് പ്രാം ആൻഡ് വീൽ ചെയർ ഫ്രണ്ട്ലി ഒക്കെയാണ് കേട്ടോ. ലോട്ട്സ് ഓഫ് ട്രീസ്. ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ അവിടെ കുറേ പീകോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇന്നുണ്ടാവും കേട്ടോ, കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് ഗോ ഇൻസൈഡ്. കാംഗറു പെറ്റിംഗ് ഏരിയ. ഒരു അമ്മൻ കസവാരി അവിടെ നോക്കിയിട്ടുണ്ട്. ടോയ്ലറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസ് ഉണ്ട്. കുറച്ച് ഓൾഡ് ആൻഡ് റൺ ഡൗൺ ആണ് അങ്ങനത്തെ ഫെസിലിറ്റീസ്. പിന്നെ അതിനകത്തൊരു കഫേ ഒക്കെ ഉണ്ട് കേട്ടോ, ഭക്ഷണം കഴിക്കാനൊക്കെ. ഓക്കെ, പിന്നെ കയറി വന്നാൽ തന്നെ ആദ്യം ഡ്രാഗൺ ഹൗസ്. പക്ഷേ ഇത് നോക്കൂ, എനിക്ക് മോർ ദാൻ ദ ആനിമൽസ് ഇവിടുത്തെ വെജിറ്റേഷൻ ആൻഡ് പ്ലാന്റ്സ് ആട്ടോ അതൊരു ഇൻട്രസ്റ്റ് അങ്ങനെ. സോ നൈസ് ലഷ് ആൻഡ് ഗ്രീൻ. എന്താണ് മാഡം? ഡ്രാഗൺ ഹൗസിൽ അവിടെ നോർമൽ പാമ്പ്, ചേര, അട്ടാത്തകള്. എന്താടാ 4 മണി കാണാം. നമ്മൾ റെപ്റ്റൈലിനായി മനസ്സിലായുള്ളൂ എനിക്ക്. എക്സാക്ട്ലി എൻ്റെ പേരെന്താ? വാട്ടർ ഡ്രാഗൺ. അതുകൊണ്ട് അത് ഇതേതാ? സെൻട്രൽ ബിയർഡ് ഡ്രാഗൺ. ഓക്കെ, ആനങ്ങളില്ല കേട്ടോ ചേട്ടൻ. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് സത്യം പറഞ്ഞാൽ തണുത്തിട്ട് വയ്യ കേട്ടോ. എൻ്റെ കാലൊക്കെ കോച്ചാൻ തുടങ്ങണു. ബിക്കോസ് ഞാൻ വലിയ ജാക്കറ്റാണ് ഇട്ടിരിക്കണേ, പക്ഷെ എൻ്റെ അടിയിൽ കുറച്ചൊരു സെക്ഷൻ ജാക്കറ്റായിട്ടുള്ള കവേർഡ് അല്ലാത്തൊരു സെക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ ചെടിയും മരം കൂടെ ആകുമ്പോഴേ കുറച്ചും കൂടെ തണുപ്പുണ്ടാവും. നമ്മൾ കുറച്ചാൾ മുമ്പ് ഞാൻ ഫെദർഡേയിലൊക്കെ പോയി കാണിച്ചു തന്നിരുന്നല്ലോ. സോറി, അമ്മയൊക്കെ ഉള്ള സമയത്ത് ഫെദർഡേയിൽ പോയി എൻ്റെ ഒരു വീഡിയോ ഒക്കെ നട്ടിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആനിമൽസൊക്കെ തന്നെയാണ്. ബട്ട് ലൈക്ക് സെറ്റ് കുട്ടികൾക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ ആലിഞ്ചോട്ടിൽ പതുക്കെ ഇരിക്കട്ടെ, യുവന്മാർ പാമ്പിനെയും തേളിനെയൊക്കെ തൊട്ടിട്ട് വരട്ടെ. എനിക്ക് തടുക്കണേ അമ്മേ. അവിടെ വരുമ്പോൾ സിറ്റിയല്ല മെട്രോ ഏരിയയുടെ നടുക്കാണെന്നൊന്നും തോന്നില്ല കേട്ടോ. സഡൻലി ഇറ്റ്സ് ലൈക്ക് എ ബിഗ് റെയിൻ ഫോറസ്റ്റ്. കാട്, ഫുൾ കാട് കേട്ടോ. കാട്ടിൽക്കൂടെ നടക്കണ ഒരു ഫീലിംഗ്. എന്ത് മരങ്ങളാണ് കേട്ടോ. മരങ്ങൾ ആർ വെരി ബ്യൂട്ടിഫുൾ ഇവിടെ. അമ്പോ, ഐ തിങ്ക് യൂക്കാലിപ്റ്റസ് ഉണ്ട്. യൂക്കാലിപ്റ്റസ് കാണാണ്ട് അവിടെ തന്നെ വോളബി, വോംബാറ്റ്, കോള ഓരോന്നിനെയും സെക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എടാ അമ്മണി, എൻ്റെ കൈ എൻ്റെ ഉള്ളിക്കിടാൻ അമ്മയ്ക്കണ്ട. സാഷ്മ, ബേർഡി, don't put your finger there, okay? Careful. കണ്ട എന്താ സംഭവം? What is it, Sashu? What is it? Duck. പെൽക്കിനൊക്കെ കണ്ടിട്ടുണ്ട് കുഞ്ഞിപ്പള്ളി തുള്ളിച്ചാടി. ഇപ്പോഴെന്താടാ സംതിങ് കോൾഡ് എ ലേസ് മോണിറ്റർ. എനിക്ക് ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളിൽ ഇത് ക്യാംഫ്ലാഗായി കിടക്കുമല്ലോ, എനിക്കിത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷാജുവിന് വലിയ ഇഷ്ടമാട്ടോ, 2 എണ്ണത്തിനും ആക്ച്വലി. ബാറ്റ്, എൻ്റെ ഇതൊരു ജീവിനെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വരച്ചിട്ടും ഉണ്ടാവാൻ പറ്റില്ല. അയ്യോ, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ കുറേ പേർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ തണുത്തിട്ടും അമ്മേ അയ്യോ വീഡിയോ എടുത്തോണ്ടിരിക്കുക കേട്ടോ. ബിക്കോസ് കാണിച്ചറിഞ്ഞെന്ന് തോന്നി. നമ്മൾ ഏതായാലും ഇറങ്ങി തിരിഞ്ഞല്ലേ. അതാണ്ട് മണ്ണ് കൊത്തിപ്പിടിച്ചിട്ടാണ് കിളിയണോ. ഇത് എന്ത് കിളിയാടാ? കുമാരാ. Ashu, remember we went and saw this before? Featherdale? Remember? Say hi, buddy. ഇറങ്ങടാ സാശു, കത്തി താഴെടാ. ഫെദർഡേൽ അല്ലെങ്കിൽ സിഡ്നി സൂ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും മേജർ സൂൻ്റെ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്നാലും പറഞ്ഞ മാതിരി ഇറ്റ്സ് ദ നേച്ചർ, ദാറ്റ്സ് ദ എക്സ്പീരിയൻസ്. ഐ തിങ്ക് ദാറ്റ്സ് ദ ബിറ്റ് ദാറ്റ് ഐ ലൈക്ക് ഹിയർ. ആനിമൽസ് ഇപ്പോൾ നമ്മളെവിടെ പോലും കണ്ടു തന്നെയാണ്. ഓക്കെ, നിപ്പോക്കാട്ടൂസ് ആൻഡ് വോംബാറ്റ്സിനെ കാണാൻ പോവാം. അവിടെ അങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ വരാം. അതിൻ്റെ വായിൽ ലോലിപ്പോപ്പ് കുത്തിയേറ്റ് വെച്ചിക്കുക, അലമ്പുണ്ടാക്കാതിരിക്കാൻ. വലിപ്പനും മിണ്ടാനും വെച്ചിട്ടില്ല. He's saying hello to you. Say hello. Hello. You don't dare. Hello. അങ്ങനെയല്ലടാ നീ. കള്ളക്കടത്ത് രാജാവിനെ പോലെയാണ് സാജു. ഹലോ മിസ്റ്റർ പ്രഭാകരൻ.
കോക്കാട്ടുമാണ് കേട്ടോ, കാണില്ലേ അതുകള്. ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നാൽ ഉറപ്പായിട്ടും കേൾക്കണ ഒരു ശബ്ദമാണ് ഈ കോക്കാട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ കാക്കയ മാതിരിയാണ് ഇവിടെ, അത്ര അധികം ഉണ്ട്. ഞാൻ വന്ന കാലത്തൊക്കെ എന്തോ ആരോ വിഷമിച്ച് കരയാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചു. എനിക്ക് മനസ്സിലായില്ല ദാറ്റ് ഇറ്റ്സ് നോട്ട് ഹ്യൂമൻ. അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഓളിയും ശബ്ദമൊക്കെ അതിന് കേട്ടോ. ഓ, എൻ്റെ മൂക്ക് വരെ വെറുങ്ങലിച്ചു. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഇവന്മാർക്കൊന്നും തണുക്കില്ല. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ബീനി എടുക്കുമായിരുന്നു. എനിക്ക് ചുവടൊക്കെ തണുപ്പടിച്ചിട്ട്. ഓ, എന്താ പണി ഇത്? പൊട്ടോരു ആ ഇവിടെ ഫുൾ പറ്റിപ്പാടാ. പൊട്ടോരു കണ്ടാടാ, പൊട്ടോരു മലയാളിയുണ്ട്. ചെറുതിൻ്റെ ആക്ച്വലി ഉറങ്ങണ സമയമാണ് ഇതിപ്പോൾ. പക്ഷെ ഭയങ്കര എക്സ്ട്രാ മൂച്ചിലാണ് കടന്ന് ഓടണേ. ഓടല്ലേ പിള്ളേരെ, വീഴും. അതത്ര പിടിച്ചിട്ടില്ല കേട്ടോ, തിരിച്ചോടി വന്നു അതേ സ്പീഡിൽ. അയ്യോ വീണു. അയ്യോ ഓക്കെ. ഭാഗ്യം കയ്യാ കൊണ്ടുള്ളൂ. ഓടരുത് കേട്ടോ കേട്ടോ, വീണോ അമ്മുന് ക്രൈ ക്രൈ ആവുകയുള്ളൂ. അവിടെ 1 വർഷം കൊടുത്തു. മാമാടാ. What if it bites my hand? Yeah. That one's so greedy. You can't do that. Is it- You can't do that. That's for him. I have no Not idea. food. It's a pony, right? It's a pony. Yeah. Cashew. For you. You can. Kanda. This is for him. No. Shetland Not for you. pony. Not for you. Huh? That's for him. Shetland pony. ആ No. That's for him. No. ഗ്രീഡിയാണ് അല്ലേ? ആ ഹഷമ, പോണി ഈസ് നോട്ടി. No. Not for you. That's for him. ഓക്കെ, അടുത്ത അവള് കാണാൻ വന്നേക്കണേ റെഡ് കാംഗറു. കാംഗറുവിൻ്റെ തന്നെ ഒരു കുഞ്ഞ വെർഷൻ, ജസ്റ്റ് ഒരു കുട്ടി വെർഷൻ. അടുത്തോട്ട് നടക്കണോ? ഒരെണ്ണം മാത്രം, ബാക്കിയൊക്കെ ഉച്ചോർക്കാം. നമ്മളെപ്പോൾ ഇതിനെ കാണാൻ അങ്ങനെയൊക്കെ വരുമ്പോഴും ഇറ്റ് വിൽ ബി ലൈക്ക് ഉച്ച നേരം. നോ, ഇറ്റ് വിൽ ബി ലൈക്ക് ദേ ആർ സ്ലീപ്പിംഗ്. Give me your hand. Okay. And you can't throw it. Don't throw it. Okay? Put your hand here. Gentle Sashima. And they'll eat it, okay? കുറെ കിളികളെ ഒക്കെ കണ്ടു. എടുക്കാൻ പറ്റണില്ലെങ്കിൽ ക്യാമറ എൻ്റെ കയ്യെ കോച്ചിട്ട്. ഇറ്റ്സ് ആക്ച്വലി വെരി ഗോൾഡ്. അത് ഈ കാടും മലയും കൂടെ ആയതുകൊണ്ടേ അല്ലാണ്ട. ആഹാ, ഞാൻ ചോദിച്ചില്ല കേട്ടോ. സ്വന്തം പറഞ്ഞേ ഇന്ത്യൻ റിംഗ് നെറ്റ്. ഓ, നമ്മുടെ നോർമൽ തത്തമ്മ അതാ തോന്നുന്നു. ഇത് തത്തമ്മ പൂച്ച പൂച്ച ദാറ്റ് തത്തമ്മ ആയിട്ടുണ്ട്. അത് ബ്ലൂവും ഗ്രീനൊക്കെ ആയിട്ടുള്ള ഒരു കളേഴ്സിൽ കേട്ടോ. പിന്നെ എവിടെ എഴുതിയിരിക്കണേ നല്ല ചെത്ത് യൂക്കാലിപ്റ്റസ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ എന്താ എൻ്റെ സൈസ്. പഴയ ഒരു സ്ഥലം അവിടെയൊക്കെ കണ്ടു. ഇപ്പുറത്ത് ആക്ച്വലി വീടൊക്കെയാണ്. അതിൻ്റെ നെക്സ്റ്റാണ് ഈ ഒരു കൺസർവേഷൻ ഏരിയ മാതിരി ഉള്ളത്. ഓ, ഇത്രയും നേരം ഞാൻ വിഡ്ഢിത്തരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. തണുപ്പ് കാരണം കൊണ്ട് ബുദ്ധി ഒന്നും വർക്കാവാത്ത. തൊപ്പിയുണ്ട് ഈ ജാക്കറ്റിന്. നേരത്തെ ഇട്ടാന്തായിരുന്നു. എനിക്ക് തണുത്തിട്ട് എൻ്റെ ചുണ്ടൊക്കെ നീലയായോ? ഇല്ല, നീലയായിട്ടില്ല. പക്ഷെ എനിക്ക് അനക്കാൻ പറ്റില്ല. ഇത് എനിക്ക് മാത്രം നടക്കണേന്ന് എനിക്ക് മനസ്സിലാവാത്തത്. വേറെ കുറേ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഫുൾ കവടപ്പാണ്. പക്ഷെ ഇവന്മാർ 3 ഒരു ഇതുമില്ല കേട്ടോ. എന്നോട് പറയാ അമ്മ യു കാൻ ബി കോൾഡ് ഇത്ര ഇട്ടിട്ട്. എൻ്റെ ഉള്ളിലൊക്കെ ഫുൾ കട്ടുള്ള വിഷം കേട്ടിരിക്കണേ. എന്നിട്ടും രമണ എനിക്ക് ആക്ച്വലി ഉണ്ടല്ലോ, നാളെ ഞാൻ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഉണ്ടോ, ചെടി ഭയങ്കര ഇഷ്ടമായി. നാളെ ഞാൻ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ആ ബ്ലഡിൽ അയൺ അബ്സോർബിങ് പരിപാടി കുറച്ച് കുറവാണെന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. അതിന് എന്നോട് നാളെ എൻ്റെ ഒരു ഫ്രണ്ട് പറയുകയും ചെയ്തു, അങ്ങനെ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് കുറച്ച് എക്സ്ട്രാ തണുപ്പ് ഫീൽ ചെയ്യുമെന്ന്, മസിൽ ക്രാമ്പിങ് അങ്ങനത്തെയൊക്കെ. അപ്പോൾ അതിനൊക്കെ ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെ മാഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ ഈ അയൺ അബ്സോർബ് ചെയ്യാനുള്ള സാധനം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 4 months കഴിഞ്ഞിട്ട് എനിക്ക് റീടെസ്റ്റ് ചെയ്യണം. ആൻഡ് ഇഫ് ഇറ്റ് സ്റ്റിൽ ബാഡ് എനിക്ക് ചിലപ്പോൾ അയൺ ഇൻഫ്യൂഷൻ ഇഞ്ചക്ഷനൊക്കെ ചെയ്യേണ്ടി വരും എന്ന്
പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട് എനിക്ക് കേട്ടോ. സോ ഐ എം ഹോപ്പിങ് ഈ മരുന്നുകൊണ്ട് പരിപാടി നടക്കുന്നു. എൻ്റെ എന്താണ് വേറൊരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞോളൂ, അവരിങ്ങനെ ഇൻഫ്യൂഷൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ശരിക്കും ഫ്ലൂ പിടിച്ചോണ ഇത്ര വയ്യായും പനിയും. എടാ എനിക്ക് തണുത്ത് ഞാൻ ചാവാറായി. നിനക്ക് വല്ല വിഷമമുണ്ടോ? എന്താ അതിനൊക്കെ ചെയ്യാ? വാടാ. ഓ യാ. അപ്പോൾ അതാണ് എൻ്റെ തണുപ്പിൻ്റെ കഥ. ഞാൻ ഈ ക്യാമറ കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റിക്ക് പിടിച്ചിട്ട് എൻ്റെ കൈ അങ്ങനെ ഉണങ്ങിപ്പോയി തോന്നുന്നു, ഫ്രീസായിട്ട്. എടാ അവിടെ ഒരു ആനക്കിളി. എൻ്റെ അമ്മയെ കാണിച്ചു തരാം. എടാ നീ എന്തോ ഓവറാടാ. ബട്ട് ഇറ്റ് ഇസ് വൺ ആനക്കിളി. ഇതുണ്ടോ, വൾച്ചർ പോലത്തെ ഒരു സാധനം. ഇറ്റ്സ് നോട്ട് ക്ലോസ്ഡ്. അത് ഓപ്പൺ ആണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു സുന്ദരിക്കിളികളൊക്കെ അടച്ചിട്ടിക്കുക. ദിസ് വലിയ കൊലപാതക കിളി ഈസ് ലൈക്ക് ഓപ്പൺ. ദിസ് കുറേ കേട്ടോ, മുകളിലൊക്കെ കുറേ കാണാനുണ്ട്. എന്ത് കളിയാണാവോ? ടർക്കിയോ? അയാളൊന്നും കേട്ടോ എന്താ സംഭവം എന്ന്. ടർക്കി അമ്മനെ ചെടിയുടെ മുകളിലൊക്കെ കയറിയിരിക്കുമോ? മരത്തിൻ്റെ മുകളിൽ അയാളൊന്നോ? ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പ്ലീസ് അറിയിക്കൂ. അവിടെ എന്തോ ഷോ നടക്കണം. ലെറ്റ്സ് ഗോ സീ. അച്ചടാ, അതവിടെ കോലക്കുട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെരി ക്യൂട്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതിനെ കാണണം എന്നുണ്ടെങ്കിലേ ഇവിടെ ഒരു ക്യൂവിൽ പോയി നിൽക്കണം. നമ്മുടെ ടേൺ ആകുമ്പോൾ നമുക്ക് പോവാം. സാനും ഞാനും കൂടെ കയറാമെന്നാണ് വിചാരിക്കണേ. ടു ഗോ സീ ഇറ്റ് ഇൻസൈഡ്. ഇവർ പറഞ്ഞുതരാണ് ഉണ്ടാക്കി. അങ്ങനെ കൂടുതലും കത്തിക്കാട്ട് 4 പേരും കത്തിക്കാണ്. പ്രാങ്ങോടെ പുറത്ത് വെച്ചിട്ടാണ്. എൻ്റെ കൈ അമ്മേ കളിച്ച് വെറുതെ. എൻ്റെ ഈ വര കണ്ടോ കൈമിൽ? ഇതിനർത്ഥം എന്താണെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ പറയണേ. ഞാൻ കുറേ കൊല്ലം അന്വേഷിക്കണം. റൈറ്റ് ആയിട്ടുള്ള ലൈൻ കണ്ടോ? ഒരു സ്ക്രിപ്റ്റ് ഇല്ല. എടാ നീ ഇങ്ങനെ ചെയ്താ നിന്നെ ഒരു കൂട്ടുപിടിച്ചിടും, വന്യജീവിയാന്ന് പറഞ്ഞിട്ട്. എല്ലാം ഉറങ്ങായിരുന്നു കേട്ടോ. ഇപ്പൊ പറഞ്ഞ നീറ്റുണ്ട്. ഈ ഇവർക്ക് കറക്റ്റ് ഫോട്ടോസ് കിട്ടി എൻ്റെ കൂടെ. അച്ചടാ, അത് നീറ്റു ഒന്ന് ചൊറിഞ്ഞു. നമ്മളുള്ളിൽ കയറിയിട്ടാ. ഷോ ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റിട്ടോ. അതിനെ കുഞ്ഞു കുഞ്ഞിമണി. അത് വാമുണ്ടോ എൻ്റെ? ഇത്ര അടുത്തുനിന്ന് എടുക്കാൻ പറ്റിയിട്ടാ എനിക്ക് വീഡിയോ. സോ ക്യൂട്ട്. അയ്യോടാ, അവരൊരു ബേബീനെ അവിടെ കൊണ്ട് നിർത്തിയിരുന്നു എൻ്റെ അടുത്ത്. സോ ക്യൂട്ട്. അയ്യോ സാക്ഷിനെ വെച്ച് ഫോട്ടോ ഒക്കെ ആയിരുന്നു. ആ ഒരു ക്യൂട്ട് എൻകൗണ്ടറിന് ശേഷം ഞാൻ പറഞ്ഞില്ല പീക്കോക്ക് ഉണ്ട് എന്ന്. ഞാൻ പണ്ട് വന്നപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ട്. പീകോക്ക് ആൻഡ് പീ ഹെൻ അല്ലടാ? അല്ല ആടാ. ദ പ്രിറ്റി വൺ ഇസ് ദ മെയിൽ, ദി അതർ വൺ ഇസ് ദ ഫീമെയിൽ. നമ്മൾ റെഡ് കാങ്കറൂനെ കണ്ടിട്ടുണ്ട് കുഞ്ഞൻ. എനിക്കത് ആ പ്രോപ്പർ ബിഗ് ഗ്രേ കാങ്കറൂസ് തോന്നുന്നു. മ്യൂസും ഉണ്ട്. ഇങ്ങനത്തെ ഒരു വഴിയിട്ടോ. ചെറുതായിട്ട് മഴ ചാർന്നു. അയ്യടാ കുട്ടി ഡോൾ കാണാണ്ട് കേട്ടോ. കസവാരിയാണോ എന്താ എൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല. കസവാരി തന്നെ തോന്നുന്നു വിളിക്കുക. ഇറ്റ്സ് എ ബിഗ് ബേർഡ് ഫീഡ് ഏരിയ. ഓക്കെ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഡോർ തുറന്നതും ഇവിടെ നിറച്ച് കാങ്കറു കേട്ടോ. വൈറ്റ് വേണം ഓൾസോ. അത് ഇനിയാണ് കേട്ടോ. നല്ല ഡേഞ്ചറസ് ആണ്. അയ്യോ മഴ. ഈ സാശ്വരം ഒരു പേടിയില്ല. അത് ശരിക്കുള്ളതാണോ അതോ അങ്ങനെയല്ലേ അത്? What is it? Is it kangaroo? Want to give Mamu to kangaroo? Bye. Tashu, no, too close. നീ അധികം എൻ്റെ അടുത്ത് പോവല്ലേ സാശ്വ.
ഏതാ അതിനെയാണ് ഇഷ്ടമായേ? You don't step on the tail, okay? Don't step on the tail. Gentle. See, like how Sanu's touching. You want to touch it? Yeah? Shaking, eating. Smell it. ഇട്ട് കൊടുത്തതാണ്. She's just licking. You wanna try? Come, Sashu, come. പണങ്ങി അതിന് ചാൻസ് കിട്ടാത്ത Come, Sashu, come. Here. ഒരു 3 പേരെ ഭക്ഷണം കൊടുക്കാട്ടോ. ഞാൻ തണുത്തിട്ട് കൊടുക്കണില്ലേ, ഇനി എൻ്റെ കയ്യിൻ്റെ തണുപ്പടിച്ചിട്ട് അതിനെ ചവിട്ടണ്ട. എനിക്കിത് കുറച്ച് പേടിയാണ് കേട്ടോ. ഇവന്മാർ 3 എണ്ണം കൂടെ കൊടുക്കുന്നുണ്ട്. The kangaroo. My sister wants to feed you. Want some more? മാമു വയ്ക്കുക. No, my nose. നോസിലല്ലേ കാശ്. ഗിവ് മാമു. Oh, yes. I'm going to എടാ മൂക്കില് കുത്തി കെട്ടില്ല നീ. eat. അയ്യോ എനിക്ക് വയ്യ. In the Not mouth, the nose. Sashu. That's the nose. In the mouth. Lower. എനിക്ക് വയ്യ സാശുവിന്റെ കാര്യം. Hold this. Okay. This one's eating so much. എടാ സാശു അങ്ങനെ എല്ലടാ കണ്ട. Give me your hand. Okay, and now put your hand out like this. കണ്ടോടാ. That's it. അത് പറഞ്ഞത് പോയി. Yeah, mom. Okay, give the. Yeah. പിള്ളേർക്ക് ഇതിന് ഭക്ഷണം കൊടുത്താൽ മതിയായിട്ടില്ല കേട്ടോ. അതാ അത് കാട്ടിടണു. കാശുമാ തന്മിണി അത് പുപ്പുച്ചു വീണു. That one doesn't eat that food. I don't think so. അങ്ങനെ പുല്ല ഉണ്ട് ഇഷ്ടട്ടോ. Come on, let's go feed. അല്ലെങ്കിൽ തണുപ്പ് അതിൻ്റെ ഇടം മഴ. കൂനിൻ്റെ മോളിൽ കുരു അവസ്ഥയിലാണ് ഞാൻ നടക്കുന്നത്. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു. ചെറുതിനാണെങ്കിൽ പേടിയുമില്ല. സാനുവിന് ഇപ്പം ഇങ്ങനത്തെ ഒക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാട്ടോ. അത് മുഖം തിരിക്കണടാ. മേ ബി ഇറ്റ്സ് ഫുൾ, മേ ബി ഇറ്റ്സ് ഹാഡ് മാമു. ഇഷ്ടമാതിരി കിടക്കണ്ടേ. എത്ര ആണെങ്കിലും എനിക്ക് വന്ന് കാണാം. എനിക്ക് തോന്നി ഫെദർഡെയിലിനെക്കാട്ടും എനിക്ക് കാംഗ്രൂ എക്സ്പീരിയൻസ് ഇവിടുത്തെ കുറച്ചുകൂടെ ബെറ്ററാന്ന് തോന്നണം കേട്ടോ. ഇൻ ദിസ് കോല പാർക്ക്. അയ്യോ പാൽ കുടിക്കണോടെ ഒരെണ്ണം. അയ്യോ എത്ര കൊല്ലം ഇവിടെ ഉണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ട് പാൽ കുടിക്കണ ഒരു കാംഗ്രൂവിനെ കണ്ടേ. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ നിറച്ച്. ഈ മ്യൂസും ഉണ്ട്, മഴയുണ്ട്, ഒടുക്കത്ത തണുപ്പ്. വലിയൊരു ഇമ്മ്യൂണോരം ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. കാണിച്ചു തരാം. ഞാൻ ആദ്യം ഇങ്ങോട്ട് കയറി വന്നപ്പോൾ വിചാരിച്ചു എൻ്റെ അമ്മ ഇത്ര വലുതുണ്ടോ എന്ന്. ബട്ട് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കണ്ടോ. വലിയൊരുത്തരം ഉണ്ടാക്കി വെച്ചേക്കുക. അവിടെ വേറെയും കുറേ ഇമ്യൂസ് ഉണ്ട്. മറ്റേ ബ്രൗൺ ആൻഡ് ഗ്രേ കാംഗറൂസിനൊന്നും വലിയ പിടിച്ചിട്ടില്ല. ഒറ്റകളൊന്നും അധികം കഴിക്കണില്ല. അപ്പോൾ പിള്ളേർക്ക് അധികം പിടിച്ചിട്ടില്ല. ബാക്ക് ടു ദാറ്റ് ആദ്യം കണ്ട ആൽബൈനോ കാംഗറൂവിൻ്റെ അടുത്താണ് കേട്ടോ എല്ലാതും. അതിനെ തിന്ന് സാശു അതിൻ്റെ ഉള്ളിൽ കൂട്ട് കയറി കിടക്കുമെന്ന് തോന്നുന്നു എനിക്ക്. എൻ്റെ പിറകെ തന്നെ ഉണ്ട്. മതിയായില്ലേ പിള്ളേർ? സാശു ഉണ്ടോ? എൻ്റെ അമ്പോ ഈ ക്ടാവിനെ കൊണ്ട് ഞാൻ തോറ്റു. What are you doing? Give Mamu. കേട്ടോ ആൽബൈനോ കാംഗറൂസ്. എന്ത് ഭംഗിയാണ്. അയ്യോ ചീത്ത വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കണോ സാശുമാ? Hey, you. Where was your bag? Pouch it. Some flower bar. Well, actually, we'll get one Did you more. give some? Acha give some? Yes. Okay. Some more can. അയ്യോ It's eating from the bag. Acha, see? Acha. Same thing. It doesn't want to eat. It doesn't want to eat. Oh, എൻ്റെ ദൈവമേ. Yes. എൻ്റെ സാശു മണലായതുകൊണ്ട് ഭാഗ്യം പറ്റിയില്ല. ഓ ഇവളെന്നെ കൊണ്ട് തിന്നിട്ട് കല്യാണക്കുറി കാണിപ്പിച്ചിട്ടേ പോവും. സാശു മതി, അതിന് വയറ് നിറഞ്ഞു.
After 5 minutes. 5 മിനിറ്റ്സോ? That's what I പുതിയ നമ്പറാണ് അത്. 5 മിനിറ്റ്സ് എന്ന് പറയും എന്ത് പറഞ്ഞാലും. in the pub. അയ്യോ നമ്മുടെ പ്രാവം ബാഗാണ്. Good spot. ആശുവാണ് അത് കണ്ടുപിടിച്ചത്. അവളുടെ ഫുഡാണ് അതിനകത്ത്. ഫുഡാണോ? ഞാൻ തരാം. എന്റെ ഫുഡ് എടുക്കണ്ട. Yeah. Don't go too close. Too close. No, it doesn't want it. It's not full, eating anything. Sashima. It doesn't want to eat. Pam. Hey, No. don't push. Mom. That's my hand. ക്ലാങ്ങള് വരുന്നില്ല കേട്ടോ. അത് 5 മിനിറ്റ്സ് പറഞ്ഞിട്ട് അതിന് കൊടുത്തുകൊണ്ടിരിക്കുക. അതിന് വല്ല വയറ്റിളക്കുമ്പോൾ ഒരു ഉത്തരവാദിന് ഭക്ഷണം കൊടുത്തിട്ട് അതിൻ്റെ അമ്മ വരെ അതിന് എത്ര നിർബന്ധിച്ച് ഫുഡ് കൊടുത്തിട്ടുണ്ടാവില്ല. യു kangaroo, open your mouth. Ashima, you don't need that, okay? It's not your food. And then give it to him. Okay? കൊടുത്തോളൂ. ആ പൊത്തി പിടിച്ച് സ്വന്തം കയറി അതിന് ഭക്ഷണം കൊടുക്കണം. വീടുള്ള ക്ലാവ് സാനു ഉടനെ പിടിച്ചേക്ക്. ചിരിക്കണ്ട, ഇറ്റ് ഈസ് നോട്ട് ഫണി. പാവം എൻ്റെ കുട്ടി. നമുക്ക് സുനിലാണ് അതിനെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചെന്ന് രാവിലെ. എൻ്റെ ബാക്ക് കണ്ടറിയില്ലേ, തല തിരിച്ചാണ് എൻ്റെ ജീൻസ് ഇട്ടിരിക്കണേ. അത് നടക്കാൻ പറ്റാണ്ട് അത് വീഴണേ. വൈ ജസ്റ്റ് വൈ അശു ദാറ്റ്സ് ദ മങ്കി. അവിടെ എന്തോ ഒരു ഗെയിംസ് ഒന്നും കണ്ടു. അപ്പോൾ അത് പോകണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. മങ്കി ഉണ്ട്, നീ കണ്ണാടി പോയി നോക്ക്. മങ്കീനപ്പം കാണും. ആ ബാക്കി കാങ്കറൂൻ്റെ ഫീഡും പിടിച്ചിട്ടാണ് നടക്കണേ. ഒരു കണ്ണ് വെക്കുന്നുണ്ട്, കുറച്ച് പറയാൻ വയ്യേ. ചിലപ്പോൾ അടുത്ത് തിന്നും. ഇടയ്ക്ക് നോക്കുമ്പോൾ ഒരു ചവയ്ക്കണ മാതിരിയൊക്കെ. എന്നോട് പറഞ്ഞിട്ടുണ്ട് കഴിക്കരുതെന്ന്. എനിവേസ് ഗൈസ്, ഇവിടെ നോക്കൂ. ഇവിടെ അങ്ങനത്തെ ഒരു കഫേ ഉണ്ട് കേട്ടോ. പണ്ട് ഞാൻ അവിടെ വന്നിരുന്നിട്ടൊക്കെ ഉണ്ട്. താനൂന് എന്തോ ഒരു ഡാൻസ് ഇവൻറ്റിനെ ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് ഞാനും സുനിലോടെ വന്നിരുന്നു. കോഫി കുടിച്ചിട്ട് ഓർമ്മയുണ്ട്. ബട്ട് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇത് ഐ തിങ്ക് സ്പ്രിങ്ങിലാണ് കുറേയും കൂടെ ഭംഗി കേട്ടോ. ബിക്കോസ് ഇറ്റ് ബി റിയലി നൈസ്. ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് എനിക്ക് ആകെ കയ്യും കാലും വെക്കണേ. ഇറ്റ്സ് നോട്ട് എ മാസീവ് പ്ലേസ് കേട്ടോ. നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ടിട്ട് ഒരു 2-3 hours സ്പെൻഡ് ചെയ്യാനുള്ളൊരു സമയമേ ഉള്ളൂ ഇത്. സോ ഇറ്റ്സ് ക്വൈറ്റ് നൈസ് ടു കം. നമുക്കാണെങ്കിൽ അടുത്താ. നമുക്കൊരു 10-12 മിനിറ്റിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അത്രയേ ഉള്ളൂ. ചെറുത് വലിയ അലമ്പുണ്ടാക്കിയില്ല കേട്ടോ. ഉറങ്ങാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കൊടുന്ന് ഫുൾ വാശിയാവുന്നു. Ashima, you had fun? Yeah. You like the kangaroo and the koala? Yeah. This is good. Bye. Bye. തണുത്ത് ഛർദ്ദിക്കാൻ പറഞ്ഞു എനിക്ക്. ഐ റിയലി ഹോപ്പ് എനിക്ക് അസുഖമൊന്നും പിടിച്ചിട്ടില്ല. എൻ്റെ കൈയും മൂക്കൊക്കെ വിറങ്ങലിച്ചിരിക്കുകയാണ്. ഓക്കെ, വിഫ് ഡൺ വിത്ത് ദ ഹോൾ തിങ്ങി. ഇനിയിപ്പം പതുക്കെ ഇറങ്ങാം കേട്ടോ. ഇവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് കേട്ടോ. അതുകൊണ്ട് അടുക്കൂടെ പോയൊരു കഫേ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, കഫേ ഉണ്ട് അവിടെ. ഉള്ളിൽ കയറിയപ്പോഴാണ് ഒരു സമാധാനം. ഉള്ളിൽ ഹീറ്ററുണ്ട്. കടന്ന് മൂക്കത്തൊക്കെ വെള്ളം വരണോ. ഒരു കോഫി കുടിക്കായിരുന്നു. ഇറങ്ങലിച്ചു. അറിയില്ല, വാട്ടർ സൈഡ് നാട്ടോ ഈ കഫേയുടെ പേര്. അങ്ങനത്തെ കുറേ ഫുഡ് ഐറ്റംസും ഉണ്ട്. പിന്നെ പിള്ളേരെ പറ്റിക്കാനുള്ള ഐസ്ക്രീം, ലോലീസ്, അങ്ങനത്തെ സാധനങ്ങളും. പിന്നെ കോഫി ഡ്രിങ്ക്സ്. എനിക്ക് ചൂടുള്ള നില വേണ്ടേ, നന്നായി ഡീഫ്രോസ്റ്റ് ആവണമെന്നുണ്ട്. ഓക്കെ, പിള്ളേർക്ക് കുക്കിയാണ് വേണ്ടത്. റെഗുലർ. താങ്ക് യു. ഞാൻ ഹോട്ട് ചോക്ലേറ്റ് ആണ് ഓർഡർ ചെയ്തത്. ഫുള്ള് മിൽക്ക് ഷേക്കും പിന്നെ പിള്ളേർ കുക്കീസൊക്കെയാണ് പറഞ്ഞിരിക്കണം കേട്ടോ. ദിസ് കഫേ ഇസ് വെരി ബ്യൂട്ടിഫുൾ ബിക്കോസ് നമുക്ക് തണുപ്പല്ലാത്ത സമയത്ത് വരിക വെച്ചാൽ ഈ കുടയും നിവർത്തി ഇവിടെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടാവും, എനിക്ക് അറിയാം. ഇറ്റ് ഈസ് റിയലി റിലാക്സിങ്, വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ ഫുൾ പീകോക്സും ആയിരിക്കും. നല്ല രസം കേട്ടോ. സോ ബോയ്സ്, മെൻ, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്നേഴ്സ്, ഗേൾ ഫ്രണ്ട്സ്, വൈഫിനെയൊക്കെ വല്ല ഡേറ്റിനൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പറ്റിയ ലൊക്കേഷൻ കേട്ടോ. വെരി വെരി അടിപൊളി. ഇപ്പോൾ ഇരിക്കാൻ പറ്റില്ല, ബിക്കോസ് തണുപ്പും മഴയാണ്. ഞാൻ എത്രയും പെട്ടെന്ന് ഉള്ളിൽ കയറട്ടെ. എനിക്ക് എൻ്റെ ജീവൻ പോകാറായി തണുപ്പടിച്ചിട്ട്.
പറഞ്ഞ മാതിരി പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്നൊരു നല്ല ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിള്ളേരെ പുറത്തൊക്കെ കൊണ്ടുപോയി ജസ്റ്റ് ഔട്ട് ഇൻ ദ വൈൽഡ് ഇൻ ദ നേച്ചർ. ഞാൻ തണുപ്പ് സഹിച്ച് എങ്ങനെയോ മരവിച്ച് വീട്ടിൽ കുഴപ്പമില്ലാണ്ട് എത്തിയെന്നുണ്ടെങ്കിലും ഐ തിങ്ക് ഇറ്റ് വാസ് എ ഫൺ ട്രിപ്പ് കേട്ടോ. ആൻഡ് ഇങ്ങനെ ഒരു പബ്ലിക് ഹോളിഡേ വീണ് കിട്ടുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ്. എല്ലാ ആഴ്ച ഒരു പബ്ലിക് ഹോളിഡേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. എന്നോടാണ് ഞാൻ താങ്ക് യു പറഞ്ഞത്. അവൾ കറി വെൽക്കം. എൻ്റെ ഹോട്ട് ചോക്ലേറ്റ് എത്തി. ഞാൻ ആദ്യം എൻ്റെ കൈയൊന്ന് ഡീഫ്രോസ്റ്റ് ആക്കട്ടെ. കുക്കി കണ്ടപ്പോൾ ഈ മിൽക്ക് ഷേക്ക് കണ്ടപ്പോൾ എൻ്റെ ബാക്കിൽ പാർട്ടി ഹോളായിട്ടോ അങ്ങനെ കിഡ്സ് ബർത്ത്ഡേ പാർട്ടീസൊക്കെ ഇവിടെ നടത്താം. അപ്പോൾ പിള്ളേരെ അവരിങ്ങനെ ടൂർ പോലെ എൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി ഇവിടെ ഒക്കെ ഇരുന്ന് സെലിബ്രേഷനൊക്കെ ചെയ്യാം. അയ്യോ തൊഴുത് ചോദിക്കണം. ഇറ്റ്സ് ടു കോൾഡ് സാഷ്, ഇറ്റ്സ് ടു കോൾഡ്. നമ്മളതങ്ങോട്ട് ചെയ്യിപ്പിക്കും, അതാണ് അതിൻ്റെ ഒരു കഴിവ്. കെയർഫുൾ കേട്ടോ, തണുപ്പാണ് അമ്മണി, വെള്ളം കുടിച്ചാൽ പോരെ. ഈ ഒരു 2-year-old ഈ ഒരു പ്രായം ഇറ്റ്സ് സോ നൈസ്. നമുക്കിങ്ങനെ ഇരുന്ന് അതിൻ്റെ ഓരോ കളികളും ഇതൊക്കെ കേട്ടിട്ടിരിക്കാം കേട്ടോ. സാനുവിനും ഇതൊക്കെ കേട്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്. പണ്ട് നമ്മൾ സാനുവിൻ്റെ ആണ് ഫുൾ കളികളൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഇരുന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് ഒരാളും കൂടി ഉണ്ട്. സോ വി 3 ആർ ഏബിൾ ടു എൻജോയ് ആ ഒരു യങ് ബേബി ഫേസ്. നല്ല വികൃതിയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഹോളിഡേ ഒക്കെ കിട്ടി ചെറുത് പിള്ളേരും രണ്ടെണ്ണത്തിൻ്റെയും വർത്താനവും ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കാൻ പറ്റി. നമ്മളുടെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കും അങ്ങനെ ചില്ല് ചെയ്ത് ഇത് സംഭവം എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. അതെ, സാശ്മണി പറഞ്ഞ മാതിരി സീ യു ലേറ്റർ ഗൈസ്. വീഡിയോ കണ്ട എല്ലാവരും പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കോമെൻറ്റ്. പുതിയ കുറേ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം. Until we see you in the next video, this is bye from Shruti and bye from ഒരു സിഡ്നി മലയാളി. Bye guys.